Hey guys and welcome back to Best Car Picks. സെറ്റിന് ഇപ്പോൾ കുറച്ചധികം വണ്ടികൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അവർ ആദ്യം ബസോൾട്ട് എക്സ് ഇറക്കി, C3X ഇറക്കി, പിന്നെ നമ്മുടെ എയർക്രോസ് എക്സ് ഇറക്കി. അങ്ങനെ ഇപ്പോൾ 3 വണ്ടികൾ അപ്ഡേറ്റ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊരു ഇലക്ട്രിക് വണ്ടിയും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ C3 ഇറക്കിയിട്ട് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ എയർക്രോസിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരണ്ടായിരുന്നു. അത് അവർ പിന്നെ ഇറക്കിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കുറവായതുകൊണ്ടായിരിക്കാം. ഈ വണ്ടിക്ക് ഫൈനലി അവർ എക്സ് എന്ന് പറഞ്ഞ ഒരു അപ്ഡേറ്റഡ് മോഡൽ ഇറക്കിയിട്ടുണ്ട്. C3ക്ക് ആദ്യം വന്നായിരുന്നു. ഈ വണ്ടിയിൽ കുറച്ച് ലേറ്റ് ആയിട്ട് ഇപ്പോഴാണ് വരുന്നതെന്ന് മാത്രം. നമുക്കറിയാം നോർമൽ വണ്ടിയിലുണ്ടായിരുന്നു അതേ ചേഞ്ചസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഫ്രണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് LED ഹെഡ് ലാംപ്സ് പ്രൊജക്ടർ ആക്കിയിട്ടുണ്ട്, പിന്നെ ഫോഗ് ലാംപ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. ബാക്കി സാധനങ്ങൾ അതായത് നേരത്തെ ഇതിൻ്റെ ടോപ്പ് എൻഡിൽ എടുത്താലും അലോയ് വീൽസ് ഒക്കെ ഓപ്ഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അങ്ങനെയൊന്നുമില്ല. നമുക്ക് നോർമൽ സീറ്റിൽ ടോപ്പ് എൻഡിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെയും അവർ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ORVMs ആണെങ്കിലും ബ്ലാക്ക് ഔട്ട് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അതിൽ തന്നെ കിട്ടുന്നുണ്ട്. സാധാരണ ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. നമുക്ക് മറ്റേ പ്രീമിയം ഡോർ ഹാൻഡിൽസ് മാറ്റുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ഡോർ ഹാൻഡിൽസിനെയാണ് കുറ്റം പറയുന്നത്. പിന്നെ ഈ കളർ പുതിയതാണ്. ഈ കളറും കാണാൻ ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല സ്യൂട്ട് ആവുന്നുണ്ട്. സോ അത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ ഇതിൽ ചേഞ്ച് പറയാൻ പറ്റുന്നത്. റിയർ ഡിസൈനിൽ വേറെ ചേഞ്ച് ഒന്നുമില്ല. LED ടൈൽ ലാംപ്സ് അങ്ങനെ സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നോർമൽ C3 എന്താണുള്ളത് അതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ബാക്കിൽ കിട്ടും. നമുക്ക് ഈ C3X എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ടാവും എന്ന് മാത്രം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കളർ തീമിൽ കുറച്ചധികം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതല്ലാതെ വേറെ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും പറയാനില്ല. കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് എക്സ്ട്രാ. അത് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ നിങ്ങൾ കളർ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വൈറ്റും അതുപോലെ തന്നെ, അതായത് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഐവറി എന്ന് പറയും, അതിൻ്റെ കൂടെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ C3 പണ്ട് 2021 ഇറങ്ങിയ സമയത്ത് അവർ ഡാഷ്ബോർഡിൻ്റെ ഇവിടെ ഒരു ഓറഞ്ച് ഫിനിഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതിന് പകരം അവർ നോർമൽ C3 ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് വിത്ത് ഒരു സോഫ്റ്റ് ടച്ച് ലെതററ്റ് പോലത്തെ മെറ്റീരിയലാണ് കൊടുത്ത്. ഇലക്ട്രിക്കൽ നമുക്ക് സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല. അതിന് പകരം ഒരു ടെക്സ്റ്റേർഡ് ബ്ലൂ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇൻസ്റ്റോൺ ക്ലസ്റ്ററിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഇതിൻ്റെ അകത്തും നമുക്ക് ആ സ്മാർട്ട് വാച്ചിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചെറിയ ഡിസ്പ്ലേ തന്നെയായിരുന്നു. ഇപ്പോൾ അത് മാറി നമുക്ക് C3, ബസാൾട്ട്, എയർക്രോസ് എല്ലാത്തിലും കിട്ടുന്ന ആ ഒരു 7 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേനെ കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രിക് ആയതുകൊണ്ട് ഒരു ബ്ലൂ തീമാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഗ്രാഫിക്സും സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. ആവശ്യത്തിനുള്ള ഇൻഫർമേഷനും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ അക്കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഫൈനലി ഇതിൻ്റെ ക്ലസ്റ്റർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. അത് സത്യം പറഞ്ഞാൽ നേരത്തെ തന്നെ അവർ ഈ വണ്ടിയിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് മാത്രം. പിന്നെ ഇൻഫോടൈം സ്ക്രീനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് സെയിം 10.25 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് കിട്ടുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട്. പിന്നെ A7 ഡിസൈൻ മൊത്തത്തിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി സെയിം ആണ്. ഇതൊന്നും അവർ മാറ്റിയിട്ടില്ല. ഇനി നമുക്ക് താഴത്തേക്ക് വരികയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ വരുന്ന വയർലെസ് ചാർജറാണ്. അത് ഈ വണ്ടിയിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അത് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഓൺ ബട്ടൺ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ആഫ്റ്റർ മാർക്കറ്റ് ആക്സറി പോലെ ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ടർ ഉണ്ട്. ഈ ഡ്രൈവ് മോഡ് സെലക്ടർ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. അതിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ഒരു മെറ്റൽ ഫിനിഷും അതുപോലെ നമ്മൾ മോഡ് മാറ്റുമ്പോൾ നല്ലൊരു ടാക്ടൈൽ ഫീലും അതിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടിയാഗോ EV പഞ്ച് എന്താണെങ്കിലും നമുക്ക് റോട്ടറി ബേസ്ഡ് സാധനമാണ്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതിൻ്റെ പക്ഷേ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോ ഡിമിങ് എയർ വീംസ് കിട്ടുന്നുണ്ട്. അത് ഈ വണ്ടിയുടെ ബാക്കി എല്ലാ വണ്ടികളും അപ്ഡേറ്റ് കൊടുത്തായിരുന്നു. ഇതിൻ്റെ അകത്ത് വന്നില്ല. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും അവർ നേരത്തെ ബാക്കിയുള്ള വണ്ടികൾ അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അതിൽ ചില സാധനങ്ങൾ അവർ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുമില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്താണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റിയറിംഗ് എടുക്കുകയാണെങ്കിൽ ലെതർ റാപ്ഡ് ആയിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ ആഡ് ആയിട്ടുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ സെൻറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴും. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് ഒരു രീതിയിൽ മനസ്സിലാകുന്നില്ല. കാരണം പൊതുവേ ഇപ്പോൾ ടാറ്റയുടെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ആണെന്നുണ്ടെങ്കിൽ അവർ ബേസ് മോഡൽ മുതൽ ഓട്ടോ AC കൊടുക്കുകയാണ് പതിവ്. കാരണം മാനുവൽ AC ഇതിനകത്ത് കൊടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ ഇവർ നേരെ തിരിച്ച് ഇതിൻ്റെ അകത്ത് ഓട്ടോ AC കൊടുക്കുന്നില്ല, നമ്മുടെ ടോപ്പ് എൻഡിലും മാനുവൽ AC കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ എന്തായാലും ട്രോപ്പിക്കൽ ലൈസ്ഡ് ആയിട്ടുള്ള AC ആണ്. നമുക്ക് 14 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഓട്ടോ AC ആണെങ്കിൽ പോകുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ പക്ഷേ ACയുടെ കൂളിങ്ങിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇല്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഒക്കെ ഫിനിഷ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിലും അതുപോലെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ പറഞ്ഞ പോലെ തന്നെ ബ്ലൂ ആക്സൻസ് ആണ് അവർ പിടിച്ചിരിക്കുന്നത്. അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. ബ്ലൂ ആൻഡ് നമ്മൾ ഡാഷ്ബോർഡിൽ കണ്ട ഒരു ഐവറി അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഫിനിഷാണ്. ആൻഡ് അത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇപ്പോഴും ഈ വണ്ടിയിൽ അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകളൊന്നും അവർ കൊടുത്തിട്ടില്ല. ടിയാഗോ EVയിലും ഇല്ല, പക്ഷേ പഞ്ച് EV നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം ഇതിൻ്റെ ശരിക്കും ഡയറക്റ്റ് ഡ്രൈവൽ എന്ന് പറഞ്ഞാൽ പഞ്ച് EV ആണ്. അതിൻ്റെ പകുതി പവർ ഈ വണ്ടിക്കുള്ളൂ. പവറിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ എന്നാലും ഏകദേശം ഒരു ടിയാഗോ EVയുടെ ഒക്കെ അടുത്തായിട്ടുള്ള പ്രൈസിങ് എന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കുമ്പം അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും കൊടുക്കേണ്ട സംഭവമായിരുന്നു. ബാക്കിലത്തെ സീറ്റ് ഇതാണ്. നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും ഈ വണ്ടിയിൽ ആംബ്രസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. അതുപോലെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. പിന്നെ റിയർ AC സാധനങ്ങൾ അങ്ങനത്തെ ഒന്നും ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. ഇതൊക്കെ ശരിക്കും അവർ ഈ പ്രൈസ് പോയിന്റിൽ കൊടുക്കേണ്ട സംഭവം തന്നെയാണ്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 6 എയർ ബാഗ്സ്, ABS, TBD, ഹിൽ സ്റ്റാർട്ട് സിസ്റ്റം, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അഡാസ് ഒന്നുമില്ല, അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ ബാക്കി നെസസറി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ പവർ, ബാറ്ററി ഓപ്ഷൻസ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. സോ ഇതിൻ്റെ അകത്ത് ഒരു 29.2 kWh ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്ലെയിംഡ് റേഞ്ച് വരുന്നത് 325 കിലോമീറ്റേഴ്സ് ആണ്. അത്യാവശ്യം ബാറ്ററിക്ക് സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 250 കിലോമീറ്റേഴ്സൊക്കെ ഡൂവബിൾ റേഞ്ച് കിട്ടേണ്ടതാണ് ഈ വണ്ടിയിൽ. കാരണം ഇതിൻ്റെ പവറൊക്കെ അവർ വളരെ കുറവാണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പം റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും. ജസ്റ്റ് 57 ഹോഴ്സ് പവർ 143 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്ക് വണ്ടി ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. 0 to 100ൻ്റെ ക്ലെയിംഡ് ടൈം അവർ പറഞ്ഞിട്ടില്ല. 107 kmph വരെ ടോപ്പ് സ്പീഡ് ഉള്ളൂ. പക്ഷേ 0 to 60 എത്താൻ അവർ ക്ലെയിം ചെയ്യുന്നത് 6.8 seconds ആണ്. അതായത് ഒരു 0 to 40 അല്ലെങ്കിൽ അത്രയൊക്കെ വണ്ടി അത്യാവശ്യം ഫാസ്റ്റ് ആയിരിക്കും. അത് കഴിയുമ്പോഴേക്കും പിന്നെ പതുക്കെ സ്ലോ ആയി തുടങ്ങി. 60 കഴിയുമ്പോഴേക്കും മിക്കവാറും നന്നായിട്ട് ഡൾ ആവുമായിരിക്കും പെർഫോമൻസ്. ഈ വണ്ടി പിന്നെ അങ്ങനെ ഭയങ്കര സ്പോർട്ടി ആക്സലറേഷന് വേണ്ടിയിട്ടല്ല ഇലക്ട്രിക് ആൾക്കാർ എടുക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ സ്റ്റിൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ പവർ ആവാമായിരുന്നു. ഇതിൻ്റെ തന്നെ സെയിം സെഗ്മെൻറ്റ് വരുന്ന 5GBക്ക് 100ന് മുകളിൽ ഹോഴ്സ് പവർ ഉണ്ട്. 115 PS എന്തുകൊണ്ടുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല അതിന് 0 to 100 ഭയങ്കര ഫാസ്റ്റാണ്. 9 സെക്കൻഡ്സിനടുത്താണ് വണ്ടി 0 to 100 എത്തുന്നത്. ഈ വണ്ടി അങ്ങനെ നോക്കുമ്പോൾ എനിക്കറിയില്ല 0 to 100 എത്രയാണ്. മിക്കവാറും ഒരു 10-14 സെക്കൻഡെങ്കിലും എടുക്കേണ്ടതാണ്. 0 to 60 and 6.8 seconds ആയതുകൊണ്ട്. ഇനി ചാർജിങ് ആണെങ്കിൽ 10 to 100% എത്താൻ നമ്മുടെ 3.3 kW നോർമൽ വീട്ടിലെ ചാർജറിൽ കുത്തുകയാണെങ്കിൽ ഏകദേശം ഒരു 10-10.5 മണിക്കൂറാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അത് വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ പ്രൈസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 11.99 lakhs-ലാണ് ഈ വണ്ടിയുടെ ബേസ് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും 29 kWh ബാറ്ററി പാക്ക് തന്നെയാണ്. അതിൻ്റെ അകത്ത് ബാറ്ററിയിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം സെയിം ബാറ്ററിയാണ്. മുകളിലേക്ക് വരുമ്പോൾ 12.35 lakhs ലൈവ് ഓപ്ഷനിലും അതുപോലെ ഷൈൻ എന്ന് പറയുന്ന ടോപ്പിൻ്റെ 13.26 lakhs ആണ് വരുന്നത്. അവരിപ്പോൾ ബാസ് അതായത് ബാറ്ററി സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 6.89 lakhs സ്റ്റാർട്ട് ചെയ്തിട്ട് 8.3 lakhs വരെയാണ് പ്രൈസ് പോകുന്നത്. അതിൻ്റെ കിലോമീറ്റർ കോസ്റ്റ് കുറവാണ്. 2.26 rupees per kilometer എന്താണ് അവർ ചാർജ് ചെയ്യുന്നത്. സോ അത് അത്യാവശ്യം റീസണബിൾ ആണ്. ബാക്കി എല്ലാ കമ്പനികളും മിക്കവാറും 2.5, 3.5 അല്ലെ 3.25 ആ റേഞ്ചിലൊക്കെയാണ് ചാർജ് ചെയ്യാറുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ നോർമൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്. നമുക്കിപ്പം 5GBയുടെ നോർമൽ വേരിയൻ്റ് തന്നെ 30 kWh ബാറ്ററി പാക്ക് വെച്ചിട്ടാണ് വരുന്നത്. സോ ഇതിനേക്കാൾ അതിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ തന്നെ ബാറ്ററിയുടെ സൈസ് കുറച്ച് കൂടുതലാണ്. അത് ഈ വന്ന അപ്ഡേറ്റിന് അതായത് ഫേസ് ലിഫ്റ്റിൽ അവർ മാറ്റിയതാണ്. കാരണം നമുക്ക് സിലിണ്ടറിക്കൽ സെൽസ് മാറ്റി പ്രിസ്മാറ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി കൂടി. ലോങ് റേഞ്ച് ആണെങ്കിൽ 5GB നമുക്ക് 40 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. ഈ വണ്ടിയുടെ ലോങ് റേഞ്ചിൻ്റെ പ്രൈസും അതായത് ഈ വണ്ടിയുടെ പ്രൈസും 5GBയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 9.5 lakhs-ന് താഴത്തായിട്ടാണ് വരുന്നത്. ടോപ്പ് എൻഡിൻ്റെ പ്രൈസും 12.7 lakhs-നൊക്കെ നെക്സ്റ്റോറും വരുന്നുള്ളൂ. സോ ഈ വണ്ടിയേക്കാൾ അതിന് പ്രൈസ് കുറവാണ്. റേഞ്ച് കമ്പാരിറ്റീവ്ലിറ്റിനോട് കൂടുതലാണെന്ന് പറയും, പ്രത്യേകിച്ച് ലോങ് റേഞ്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ. അതുമാത്രമല്ല പവർ കൂടുതലാണ്, ഫീച്ചേഴ്സ് കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. സോ സിട്രൻ്റെ പ്രൈസിങ്ങിൻ്റെ പരിപാടി മൊത്തത്തിൽ ചെറുതായിട്ട് പാളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആദ്യം ഇറങ്ങിയപ്പോൾ 2 ദിവസം മുന്നേ ഇതിൻ്റെ പ്രൈസ് വന്ന സമയത്ത് 10.14 lakhs അങ്ങനെ എന്താ 10.29 lakhs ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചില സ്ഥലത്ത് പ്രൈസ് വന്നായിരുന്നു. അത് ഇവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൈസ് ഇതാണ്. ആ പ്രൈസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ വേർത്തി ആയേനെ. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ ബേസ് മോഡൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ 10.34 lakhs ആണ് അതിൻ്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 12 ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് എക്സ്ഷോറൂമിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ എക്സ്ഷോറൂം വന്നേനെ. അങ്ങനെയാകുമ്പം ഓൺ റോഡ് ഒരു പഞ്ചിൻ്റെ പ്രൈസിനേക്കാൾ താഴ്ത്ത് കിട്ടിയേനെ. പഞ്ചിൻ്റെ പ്രൈസിനേക്കാൾ താഴ്ത്ത് കിട്ടുകയാണെങ്കിൽ ഈ വണ്ടി എന്തുകൊണ്ടും വാല്യൂ ഫോർ മണിയാണെന്ന് പറയും. പക്ഷേ ഇതിപ്പോൾ ആ സെയിം പ്രൈസിൽ ഈ സ്പെക്കും സാധനങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.